കളികളെ. എന്തുവാടാ ഇത്? നീയും പല ആംഗിളും പല ഗെറ്റപ്പും ഒക്കെ ഇട്ട് ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. എന്നിട്ട് നിന്റെ ലവ് ഒന്നും വർക്കൗട്ട് ആവുന്നില്ലല്ലോടാ. അളിയ, എനിക്കൊരു ഐഡിയ. എന്താ? ദേവാസുരം പടത്തിലെ അതെ. രേവതിയെ മോഹൻലാൽ അപമാനിക്കുന്നില്ലേ? അത് കഴിഞ്ഞ് രേവതി എന്താ അതിൽ ചെയ്യാ? അതേ മോഹൻലാലെ തന്നെ കെട്ടുന്നില്ലേ? അതുപോലെ തന്നെ നീയും തെന്മഴയോട് ചെയ്യ്. പിന്നെ നോക്ക്, അവള് തന്നെ നിന്നെ വന്ന് കെട്ടിക്കോളും. എങ്ങനെയുണ്ട് ഐഡിയ? നിന്റെ പ്രണയം സക്സസ് ആവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഐഡിയ പറഞ്ഞേ. അതിനെന്തിനാണ് എന്നെ തല്ലാൻ വരുന്നേ? കൈ എടുക്കണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്റെ സാധാരണ പ്രണയമൊന്നല്ല. എന്റെ പ്രണയം ദിവ്യത്വമാണ്. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേല ഇതാ. എന്നാ വാ, നമുക്ക് അവനെ പോകാം. വാടാ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേല ഇതാ. എന്നെ എന്തിനാടാ തട്ടിക്കൊണ്ടു വന്നേ? സത്യം പറയടാ. ഏയ്, മര്യാദക്ക് ദേവന്റെ കാര്യമാടാ. മനസ്സിലായില്ല. ദേവാ ദേവാ ഡാ, അന്ന് നീയല്ലേ പറഞ്ഞേ കവിത തേന് പോലെയുണ്ടെന്ന്? ഡാ, നീ രസിക്കാൻ വേണ്ടിയാണ് ഞാനന്ന് കവിത പറഞ്ഞത്. നീ എന്തുകൊണ്ട് അവളോട് പറഞ്ഞില്ല? എന്നിട്ടുണ്ടായിരുന്നു സൂപ്പർ എന്ന് പറഞ്ഞു. നിന്നോട് ബട്ടൺ വാങ്ങി വരാൻ പറഞ്ഞപ്പോ നീ ഇവിടെ എന്ത് ചെയ്യാ? കവിത നന്നായിട്ടുണ്ടോ ചോദിച്ചു എന്നെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. ശരി വാ, വരുന്നു. മറക്കാതെ പറയണേ. ശരിയേട്ടാ. അവൻ പോയി പറയും തോന്നുന്നുണ്ടോ? അതൊക്കെ അവൻ പറഞ്ഞോളൂടാ. ഒരു ജോലി നേരാവണ്ണം ചെയ്യല്ലേ. നിനക്ക് എന്നോ ഇങ്ങനെ തുണി മുറിച്ചോണ്ടിരുന്നാ മതിയോ? നീ എന്നാ ടൈലർ ആവാൻ പോന്നേ? എന്റെ ഈശ്വര, നാട്ടുകാർക്ക് എല്ലാവർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് എന്റെ മുന്നിൽ വന്ന് കൈകൂപ്പി നിൽക്കണം. നീ എന്നെ രക്ഷിച്ച ഞാൻ നാട്ടുകാരെ മുഴുവൻ രക്ഷിക്കാം. ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മാലാഖയാണല്ലോ മുന്നില്. എന്താ തേനെ, സുഖമല്ലേ? ജാടയ്ക്കൊരു കുറവുമില്ല. എൻ്റെ അടുത്തുനിന്ന് നീ അങ്ങനൊന്നും വഴുതി പോവില്ല. ഡാ, എന്റെ പ്രണയം ഇന്നെങ്കിലും തേനിനോട് പറയണം. അവളെ ഫോളോ ചെയ്യുന്നേ. നാട്ടുകാർ മുഴുവനായിട്ടും എനിക്ക് പണ ഇടപാടുണ്ട്. പക്ഷെ നീ മാത്രം ഞാനായിട്ട് ഒരു ഇടപാടിനും സമ്മതിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ആദ്യം നിന്റെ കട നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ നിന്റെ വീട് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ജീവിതമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെന്റ് വേണ്ടേ? ഞാൻ നിനക്ക് കാശ് തരാം. മുതലും തരണ്ട, പലിശയും തരണ്ട. നമുക്കിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെക്കാം. എന്തു പറയുന്നു? ഇങ്ങോട്ട് നോക്ക്. നിന്റെ പേഴ്സണാലിറ്റിയോ നിന്റെ പൈസയോ ആഗ്രഹിക്കുന്ന പെണ്ണല്ല ഞാൻ. ഒരു പെണ്ണിന്റെ പുറകെ നടക്കുന്നതിന് മുൻപ് അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോന്നെങ്കിലും ഒന്ന് അന്വേഷിക്കണം. എന്റെ മനസ്സ് ഞാൻ എപ്പോഴോ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞതാ. മനസ്സിലായോ? ഓടി, ഇങ്ങനെ പറഞ്ഞ് എത്ര പെൺപിള്ളേരെ വീഴ്ത്തിയവനാ ഞാൻ. ഇപ്പൊ കണ്ടില്ലേ, നിന്റെ പെണ്ണിനെ നിനക്ക് മാത്രമല്ല ആവശ്യം, അവനും ആവശ്യമുണ്ട്. തേന് വരുമ്പോ ഇന്നെങ്കിലും നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞേക്ക്. അവളെന്തെങ്കിലും തെറ്റായി വിചാരിച്ച നിനക്ക് തേൻ വേണോ വേണ്ടേ? വേണം വേണം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് കണ്ടോ? അല്ല തേനെ, സുഖാണോ? കുഴപ്പമില്ല, ഇങ്ങനെ പോന്നു. ഒന്ന് ടൗണിലേക്ക് പോവാ. എന്റെ കടയിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അതിന് അത് പിന്നെ നിനക്കൊരു റെഡിമെയ്ഡ് ഷോപ്പ് തുറന്നൂടെ? നമ്മുടെ നാട്ടിലൊരു പുതിയ വെറൈറ്റി ആയിരിക്കുമല്ലോ. ടൗണിൽ പോയി വാങ്ങിക്കുന്നവർ ഇവിടെ തന്നെ വാങ്ങിക്കൂലേ? അതിനൊക്കെ ഒരുപാട് പൈസ ആവില്ലേ? കാശ് വേണമെങ്കിൽ ബാങ്കിൽ ലോൺ ട്രൈ ചെയ്തോടെ. അങ്ങനെ മാറ്റങ്ങളൊന്നും പെട്ടെന്ന് നടക്കില്ല. എന്തായാലും കുറച്ച് സമയം എടുക്കും. ഞാൻ വേണമെങ്കിൽ ശ്രമിക്കട്ടെ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. നമ്മൾ വെറുതെ കിടന്ന് ധൃതിപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. നിന്റെ ഷോപ്പില് ജോലിക്ക് അങ്ങനെ പോകുന്നു? എന്ത് പറയാനാന്നേ, നമ്മുടെ നാട്ടിലുള്ളവരും കൂടി ഇപ്പൊ മിടിയും ചുരിദാറും ഒക്കെ ഇടുന്നത്. ധാവണിയൊന്നും ആർക്കും വേണ്ട. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പല പെണ്ണുങ്ങളും നൈറ്റ് കൊണ്ടാ കാണുന്നത്. ഈ പോക്ക് പോയ മുത്തശ്ശിമാരും ലെഗിൻസിന് മാറിയേക്കും. ശരി, എനിക്ക് പോവാൻ സമയമായി. എങ്ങോട്ട് പോണേ? വീട്ടിലേക്ക്. തേനെ ഒന്നുമില്ല. ശരി എന്നാ. എന്നും പോലെ എന്നും നാണം കിട്ടും. ഇതിപ്പോ എങ്ങനെയാ പറയാ? ആര് വെച്ചാ പറയാ? കുഞ്ഞില്ലാത്തവർക്ക് പുത്രഭാഗ്യം കൊടുക്കുന്നതും പിരിഞ്ഞിരിക്കുന്ന ദമ്പതികളെ ചേർത്ത് വെക്കുന്നതും ചേർന്നിരിക്കുന്ന ദമ്പതികളെ പിരിച്ചു കളയുന്നതും കോർട്ട് കേസെന്നൊക്കെ പറഞ്ഞ് അലയിപ്പിക്കാണ്ട് 2 വെറ്റലയും കൊണ്ട്
ആ പണി അങ്ങോട്ട് തീർക്കുന്നതാണ് ഈ വെറ്റല സ്വാമിയുടെ ഒരു മഹിമ. ഇദ്ദേഹത്തിന് വെറ്റില സ്വാമി എന്ന പേരെങ്ങനെ വന്നേ? ഞാൻ നല്ല വിശപ്പിലായിരുന്നു മോനെ. വെറും വായിട്ട് ചവയ്ക്കുന്ന കണ്ടപ്പോൾ അടുത്തിരിക്കുന്നവൻ്റെ അടുത്ത് 2 വെറ്റല ചോദിച്ച് എടുത്ത് ചവച്ച്. അവൻ പെട്ടെന്ന് ശ്യാമി, വെറ്റല ശ്യാമി എന്ന് പറഞ്ഞ് വിളിച്ച്. അന്ന് തൊട്ട് ഞാൻ വെറ്റല ശ്യാമി ആയതാ. ഈ പറഞ്ഞല്ലോ. ഡാ, ഈ സ്വാമിയെ കുറിച്ച് അന്വേഷിച്ചോ? സൂപ്പർ പറയണം എന്റെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാ. ഉറപ്പായിട്ടും. എടാ, പവർഫുൾ മാത്രമല്ലടാ, സ്വാമി ഭയങ്കര കളർഫുളും കൂടിയാ. അങ്ങനെ ശ്ലോകമേ വ്യത്യാസമായിരിക്കൂടാ. പറ്റുമെന്ന് പറയും, ഇല്ലെന്ന് പറയും, ഇല്ലെന്ന് പറയും, പറ്റുമെന്ന് പറയും. എടാ അളിയാ, സ്വാമി നീ പറഞ്ഞ പോലെ തന്നെ വലിയ ആളാന്ന് തോന്നുന്നു. എടാ, അദ്ദേഹം കണ്ണു തുറക്കാൻ വേണ്ടി എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ. ആ വെറ്റിലെടുത്ത് തന്നെ മോനെ. ഇതാ സ്വാമി. പ്രേമത്തിലാണല്ലേ പ്രശ്നം. പ്രേമിക്കുന്ന പെണ്ണിനെ എങ്ങനെ വളയ്ക്കണമെന്നല്ലേ ചോദിക്കാൻ വന്നത്. അതെങ്ങനെയാ അദ്ദേഹം കറക്റ്റാ പറഞ്ഞത്? നീ മനസ്സിൽ കരുതിയ കാര്യം മംഗളകരമായി നടന്നിരിക്കും. നമ്മുടെ ഈ മനുഷ്യർക്കൊക്കെ നല്ല മനസ്സുകൊണ്ട് കുറച്ച് വസ്ത്രം മേടിച്ചു കൊടുക്ക്. ശരി സ്വാമി, ചെയ്തേക്കാം. ഓം വെറ്റിലയായ നമഃ. ഈ വെറ്റില നീ ചവച്ചു തീർക്കുന്നതിനിപ്പുറം ആ പെണ്ണിന്റെ മനസ്സിലോട്ട് നീ കേറിയിരിക്കും. ഞാൻ വിചാരിച്ച കാര്യം നടക്കട്ടെ. ഈ വീട്ടിലെ സ്വാമിക്ക് ഒരു അമ്പലം നിർമ്മിച്ചേക്കാം. വന്നേ, വളരെ നിന്റെ നന്ദി. ആഗ്രഹമൊക്കെ നടക്കും. ഇതാ നന്നായി വരട്ടെ മോനെ. കൊടുക്കടാ കൊടുക്കടാ. വാങ്ങിച്ചതാ. നന്നായിരിക്കട്ടെ മോനെ. ഇതാ മുത്തശ്ശി. നന്നായി വരും മോനെ. എല്ലാരും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോ തുണി മാത്രമേ തരാറുള്ളൂ. എന്നാൽ നീയാവട്ടെ അതിന്റെ കൂടെ 100 രൂപയും തരുന്നുണ്ടല്ലോ. നിനക്കെന്നും നല്ലതേ വരൂ. ചേച്ചി, തുണി മാത്രം മതിയോ? അത് തുന്നാൻ കാശ് വേണ്ടേ? അതിനാണ് ഈ കാശ്. ഞാൻ വിചാരിച്ചത് നടന്നാലേ അടുത്ത കൊല്ലം സാരിയും കൂടി ചേർത്ത് തരും. നിങ്ങളുടെ നല്ല മനസ്സിനെല്ലാം നല്ലത് നടക്കും. വളരെ നന്ദിയുണ്ട്. ദാ, ആരാണ് എന്റെ പെണ്ണുമ്പളയ്ക്ക് ബ്ലൗസ് തുണി എടുത്ത് കൊടുത്തത്? ഇന്ന് തീരുമാനം ഉണ്ടാക്കൂടാ. ഞാൻ പഞ്ചായത്തിന് വിളിക്കും. പഞ്ചായത്ത് കൂട്ടറാ. ചേട്ടോ, നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കുക. ആരെ അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്? എന്റെ പെണ്ണുവിളിക്ക് നീ തുണി എടുത്തു കൊടുത്താ പിന്നെ നാട്ടുകാരെ കുറിച്ച് എന്ത് പറയടാ? അതെ അതെ, എന്റെ അന്തസ്തും ഗൗരവമൊക്കെ ഈ കാറ്റി പറക്കില്ലടാ. അത് ചേട്ടാ, ഇവിടുത്തെ അവസ്ഥ അറിയാതെ സംസാരിക്കരുത്. ആലോചിച്ചിരിക്കണതൊക്കെ ഈ നാട്ടിലേക്ക് എന്തോ ഒരു മര്യാദ ഉണ്ടായിരുന്നു. ഇനി ഞാൻ എങ്ങനെയാ തല നിവർത്തി നടക്കുന്നേ? അയ്യോ, ഈ അനിയൻ നല്ലതല്ലേ ചെയ്തത്. നിങ്ങൾ അതിനെ തെറ്റിദ്ധരിക്കുന്നേ. നീ എന്നെ പഠിപ്പിക്കാറായോടി? എടാ, എല്ലാം എന്റെ പെണ്ണുമ്പിള്ള എന്നെ എതിർത്തൊന്നും സംസാരിക്കത്തില്ല. ഇതിനൊക്കെ കാരണം വെറ്റില സ്വാമിയാ. ഇതിന് കൂട്ടാ വെറ്റല സ്വാമിയാണല്ലേ? എവിടെ അവൻ? ചേട്ടാ, ആ സ്വാമി തന്നെയാണ് നമ്മൾ വിചാരിച്ചത് നടക്കാൻ വേണ്ടി പരിഹാരം ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. എടാ, നീ പരിഹാരം ഉണ്ടാക്കുവോ അതോ പലഹാരം ഉണ്ടാക്കുവോ? അതൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെയാണെങ്കിലും കറക്റ്റ് ആയിട്ട് ചെയ്യണ്ട. ചേട്ടാ, ആ സ്വാമി തുണി മാത്രമേ കൊടുക്കാൻ പറഞ്ഞുള്ളൂ. പക്ഷെ നമ്മുടെ ദേവ അത് തയ്ക്കാനുള്ള കാശും കൊടുക്കുന്നുണ്ട്. ഇവനെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട്. എടാ പുള്ളാനെ, ചുമ്മാ പിന്നെ തെറ്റില്ലടാ. ഇങ്ങനൊരു നാണം കെട്ടവൻ. ഇവളൊരാൾക്ക് മാത്രം നിങ്ങൾ തുണി എടുത്ത് കൊടുത്താൽ മതിയോ? ഇവക്ക് മൂത്തവള ഒരാളുണ്ട്, ഇളയത് ഒരാളുണ്ട്. അവർക്കൊക്കെ ആരെടുത്തു കൊടുക്കും? അവർക്കും കൂടെ എടുത്തു കൊടുത്തോടാം. വെറുതെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കലേടാ. വീട് 3 ആവൂടാ. ഇതായിരുന്ന കാര്യം. അതെ. ഇതിനാണ് ഇവിടെ കിടന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. ഒന്ന് കൊടുത്തയക്കടാ. കോട്ടന് വന്ന പക്ഷെ ആപ്പ് കിട്ടി. എല്ലാരുടെ വൈഫ് കാരണം എന്തിനാ ഇങ്ങനെ കുടിച്ചിട്ട് സ്വയം തരം താഴ്ന്നേ? പണം കിട്ടി, എല്ലാം കിട്ടി. നാണമില്ലല്ലോ. ഇത് ഭയങ്കര സംഭവമാണല്ലോ. ഇതൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എനിക്ക് നന്നായിട്ട് അറിയാം. നടക്കട്ടെ നടക്കട്ടെ, നീ ആഗ്രഹിച്ചത് നടന്നാ കൊള്ളാം. എന്താ ചേച്ചി, എല്ലാരും ജാക്കറ്റ് ബിറ്റും കൊണ്ട് വരുന്നു? ദേവ ഞങ്ങൾക്ക് തയ്ക്കാൻ ജാക്കറ്റിന്റെ തുണിയും പണവും തന്നിട്ടുണ്ട് മോളെ. ഇതിൽ അളവ് ജാക്കറ്റ് ഉണ്ടോന്ന് തയ്ച്ചു വെച്ചേക്കണേ. ശരി ചേച്ചി, തയ്ച്ചു വെച്ചേക്കാം. നമ്മുടെ കടയ്ക്ക് നല്ല കാലം വന്നു തോന്നുന്നു ചേച്ചി. വാടി, നീയും ജാക്കറ്റ് ബിറ്റും കൊണ്ട് വന്നിരിക്കുക. കടയിലൊരു ഉത്സവത്തിന്റെ ആഘോഷം പോലെ കാണുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല.
ആരാണ്ട് എല്ലാവർക്കും ജാക്കറ്റ് ബിറ്റ് വിതരണം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതാ എന്റെ കടയ്ക്ക് ഭാഗ്യമായത്. അത് നിന്റെ കടയ്ക്ക് മാത്രമല്ല, നിനക്കും കൂടിയാ. എന്താടി പറയുന്നേ? പെണ്ണൊന്നും അറിയാത്ത പോലെയാണല്ലോ സംസാരിക്കുന്നേ. ദേവ എന്നോട് കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. നീ എപ്പോഴാ പറയാൻ പോകുന്നേ? എന്താ പറയാനുള്ളതെന്ന് വെച്ചാ അത് അസമയത്തിന് തന്നെ പറയുന്നതാ നല്ലത്. ഈ ബ്ലൗസ് തയ്ച്ചിട്ടേ ദേവിക്ക് നല്ല മറുപടി കൊടുക്ക. എടാ, സെൽവി വന്നു, എന്തൊക്കെയോ പെറുപിറുത്തു, ദേ പോവുകയും ചെയ്തു. നിനക്ക് വല്ല മനസ്സിലായോ? എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കാ മനസ്സിലാവാത്ത. ചേച്ചി, അന്ന് ദേവ എന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് നിങ്ങളെ പറ്റിയാ ചോദിച്ചത്. അതിനുള്ളിൽ നിങ്ങൾ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി.